കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് അവിടുത്തെ ആരാധിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, കർത്താവേ നന്ദി. കർത്താവേ, ഈ സമൂഹത്തിലും വിദൂരങ്ങളിൽ ഇരുന്നും ഭവനങ്ങളിലിരുന്നും രോഗക്കിടക്കയിലായിക്കൊണ്ടും ഇപ്പോൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന അങ്ങയുടെ കൃപകൾക്ക് വേണ്ടി യാചിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ അങ്ങ് ആശീർവദിക്കണമേ കർത്താവേ. അവരുടെ മേലുള്ള സകല പൈശാചികപ്പെടുകൾ തകർക്കണ ഈശോയെ. അവർക്ക് സൗഖ്യം നിറയെ നൽകണമേ കർത്താവേ. അവരുടെ ആത്മശരീര മനസ്സുകളെ സുഖപ്പെടുത്തണ ഈശോയെ. അത്ഭുതകരമായ കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യത്തിന്റെ ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ പ്രവാഹത്തിനായിട്ട് യാചിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി. ഈ സമൂഹം ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്നത് പോലെ വിദൂരങ്ങളിലിരുന്ന ഈ ശുശ്രൂഷയില് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണ കർത്താവേ. അവരുടെ രോഗപീഠകൾ മാറ്റണമേ. അവരുടെ മേലുള്ള പൈശാചിക ബന്ധനങ്ങൾ തകർക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങളെ ആശീർവദിക്കണമേ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് സ്വർഗഭാഗ്യം നൽകണമേ. എല്ലാ സന്യാസ സമൂഹാംഗങ്ങളെയും എല്ലാ സന്യസ്തരെയും വൈദികരെയും എല്ലാ അഭിഭിന്ന പിതാക്കന്മാരെയും മാർപ്പാപ്പായി അനുഗ്രഹിക്കണമേ. നാനാജാതി മതസ്ഥരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ ഭവനങ്ങളും ആശീർവദിക്കപ്പെടട്ടെ. എല്ലാ സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ഇടവക കൂട്ടായ്മകളും അനുഗ്രഹിക്കപ്പെട്ട് എല്ലാ കന്യാമഠങ്ങളും അനുഗ്രഹിക്കപ്പെട്ട് എല്ലാ സന്യാസാശ്രമങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഭിന്നിച്ചും കലഹിച്ചും കഴിക്കുന്ന ദമ്പതിമാര് വിശുദ്ധീകരിക്കപ്പെടട്ടെ. അവരുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നിറയട്ടെ. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധിതർ മോചനം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റുന്നുകൊണ്ട് കൈയടിച്ച് അവിടുത്തെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഈശോയുടെ ശക്തി ഒഴുകിയിറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടാം. ഹല്ലേലൂയ, ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ. കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ. മൺകുടമുടയും തീകത്തീടും ആരാധനയെങ്കിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചു.
മരിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വേദന തെങ്ങിയ ജീവിതവേളയിൽ കുരിശിൽ നോക്കുന്നു, അങ്ങേ തിരുമുഖ ദർശനം കാക്ഷിച്ചാരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മുറിവുകളാലെ മാനസമിളകി ദുഃഖം പെരുകുമ്പോൾ ആശ്വാസത്തിൻ തൈലം നൽകും നാഥനെ വാട്ടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വഴിയറിയാതെ വലയം നേരം പൊൻപ്രഭ തൂകുന്ന ദിവ്യവിളക്കാം ഈശോനാഥനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിതഭാരം പേറി വലഞ്ഞ തനയർ പാടുന്നു, തവ തിരുനടയിൽ ഒന്നായി നിന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പൂർണ്ണാത്മാവാൽ പൂർണ്ണ മനസ്സാൽ ആരാധിക്കുന്നു, പൂജിതപാദം പുൽകി തനയർ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം നൽകിയ സ്നേഹസ്വരൂപൻ ഈശോനാഥനെ നിർമ്മല ക്രിസ്തും മനവും നൽകി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സർവം നൽകി ജീവനുണർത്തിയ ഈശോനാഥന് ഹൃത്തിനുള്ളിൽ ആലയമേകി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുവചനത്താൽ ജീവനുണർത്തിയ ഈശോനാഥനെ തിരുസ്നേഹത്തിൻ ഗീതികൾ പാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണാമയനും സ്നേഹവുമായ ഈശോനാഥന്റെ കരുണ തുളുമ്പും തിരുമുഖം കണ്ടിട്ട് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗം മാറ്റി സൗഖ്യം നൽകിയ ഈശോനാഥനെ പാപം നീക്കിയ ഹൃദയം നൽകി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ദൈവകുമാര ദൈവാത്മാവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
എന്റെ ദൈവമേ, ഓ എന്റെ യേശുവേ, ഓ എന്റെ ആത്മനേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാമീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാമീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാമീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ എന്റെ യേശുവേ, ഞങ്ങളെ ആശീർവദിച്ച് നിൻ കൃപയാൽ നിറച്ച് നിന്റെ ദാസരാക്കി പ്രേക്ഷിതരാക്കി മാറ്റണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൂഹാംഗങ്ങളെയും സകല രോഗികളെയും ബന്ധിതരെയും പാപികളെയും യേശുവേ നിൻ കൃപാമാരി ചൊരിഞ്ഞ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മാനവരും സകല ദേശവാസികളും എല്ലാ രാഷ്ട്രങ്ങളും ഭരണകർത്താക്കളും സകല മതവിശ്വാസികളും സകല ക്രൈസ്തവരും തിരുസഭാംഗങ്ങളും അധികാരികളും അഭിഷിക്തരും സമർപ്പിതരും യേശുവേ ദിവ്യാശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല രോഗികളും സൗഖ്യം നേടട്ടെ. സകല പാപികളും മാനസാന്തരപ്പെടട്ടെ. സകല ബന്ധിതരും വിമോചിതരാകട്ടെ. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾ ഞങ്ങളുടെ പ്രാർത്ഥനയാൽ ബലികളാൽ ഞങ്ങളുടെ തപശ്ചര്യകളാൽ അനുഗ്രഹം പ്രാപിച്ച് സ്വർഗപ്രാപ്തരാകട്ടെ. തിരുമുഖ ദർശന ഭാഗ്യം അവർക്ക് നൽകണേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
രണ്ട് കരങ്ങൾ ഈശോയുടെ നേരെ ഉയർത്തി. ഹല്ലേലൂയ 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 കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുടുംബവൃക്ഷത്തിലെ വിശുദ്ധീകരണത്തിന് വേണ്ടി സഹോദരി ജോയ്സി കോട്ടയിൽ വചനോത്സവ ഓഫീസ് ജോലി ചെയ്യുന്ന ആളാണ്. സഹോദരന് ഫാമിലി അവരുടെ സഹോദരനിക്ക് ഇവിടെ ധ്യാനിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയൊക്കെ കോട്ടയിലെ ശുശ്രൂഷകരായിരുന്നു. ഞാൻ കോട്ടയിലുള്ള കാലം മുതൽ അവരുടെ ശുശ്രൂഷകരായിരുന്നു. ജോയ്സി ഇവിടെ വന്ന് കുടുംബവൃക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പ്രത്യേക ദർശനം കണ്ടു. ഒരു വലിയ മരം, കുടുംബത്തിലെ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു വൃക്ഷം കണ്ടു. അതിന്റെ ചുവട്ടില് ഒരു സർപ്പം, ഒരു പാമ്പിന്, വലിയൊരു പാമ്പിനെ കണ്ടു. അത് എങ്ങനെയാണ് ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കുടുംബത്തിലെ ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് സൗഖ്യം കിട്ടിയതെന്ന് കേൾക്കുന്ന നമുക്കും ഒരു സന്ദേശമാണ്. കാരണം നമ്മൾ ഈ കുടുംബവൃക്ഷത്തിലെ മുൻ തലമുറകൾപ്പെട്ടവരുടെ പാപങ്ങൾ, തിന്മകൾ അതൊക്കെ തിരുത്തപ്പെടാൻ വേണ്ടി നമ്മൾ ആര് സഹായിക്കും, എന്താ പരിഹാര മാർഗം ചോദിച്ചുകൊണ്ട് നടക്കുക, അത് അവസാനിപ്പിക്കുക. നമ്മൾ തന്നെ അതിന്റെ ഉപകരണങ്ങളാകുക. യേശുവിന്റെ സന്നിധിയിലേക്ക് പോവുക, പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യ സന്നിധി പ്രാർത്ഥിക്കുക, വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം, ജപമാല ചൊല്ലാം, കുരിശിന്റെ വഴി പ്രാർത്ഥന നടത്താം. പരിശുദ്ധ കുർബാനയാണ് എല്ലാറ്റിന്റെ അടിസ്ഥാനം. അതിലൂടെ സൗഖ്യം കിട്ടുക. ജോസി ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ആ സാക്ഷ്യം എന്ന് പറഞ്ഞു. ആ കൃത്യമായിട്ട് ആ ഒരു സംഭവം മാത്രം, അതിലൂടെ കിട്ടിയ രോഗശാന്തികൾ എന്താണെന്ന് പറഞ്ഞു. ഞാൻ സെപ്റ്റംബർ 11-ാം തീയതി ഓണത്തിന്റെ ആഴ്ചയിൽ ഞാനും എന്റെ ഹസ്ബൻഡും മോളും കൂടി ഇവിടെ കുടുംബവൃക്ഷ വിശുദ്ധീകരണ ധ്യാനം കൂടാൻ വന്നു. ഈ ധ്യാനത്തിൽ ഞാൻ വരുമ്പോൾ എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായുള്ളൂ. എന്റെ രോഗശാന്തികളോ വീട്ടിലെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും വിശുദ്ധീകരിക്കണമേ, ഇത് മാത്രമായിരുന്നു ദിവസങ്ങളിൽ എന്റെ പ്രാർത്ഥന. അതിലൂടെ ഓരോ ദിവസം കേൾക്കുന്ന ക്ലാസ്സുകളിലൂടെയും ഞാൻ ഈശോയെ എന്റെ ഓരോ മേഖലയിൽ നീ വെളിപ്പെടുത്തി തരണമേ, ഇത് മാത്രമായിരുന്നു പ്രാർത്ഥന. അങ്ങനെ ഞാനും എന്റെ കുടുംബവും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഓരോ നിമിഷവും ഇവിടുന്ന് ബ്രേക്കിന്റെ സമയത്ത് നടക്കുമ്പോഴും ഈശോയെ എന്നെ വിശുദ്ധീകരിക്കണമേ, എന്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ, ഞാൻ വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ 3-ാമത്തെ ദിവസം ഇവിടെ ആരാധനയുടെ സമയത്ത് കൊച്ചുമാതിച്ചും വിളിച്ചു എന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ കുടുംബവൃക്ഷം അത് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അങ്ങനെ അപ്പാപ്പന്മാർ, അമ്മാമ്മ, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എന്റെ ഓർമ്മയിലെ എന്റെ അപ്പാപ്പനും അമ്മാമ്മയും മാത്രമേ ഉള്ളൂ, അവരുടെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പൊ ഞാൻ അവിടെ വരെയുള്ള എല്ലാവരും, അപ്പൊ ഹസ്ബൻഡിന്റെ വീടായാലും അവിടെ 7 മെമ്പേഴ്സ്, അപ്പൊ അവരുടെയൊക്കെ ഓരോരുത്തരും എല്ലാ കുടുംബങ്ങളും ഈശോ എനിക്ക് 1 by 1 ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ അവരുടെ പേരൊക്കെ പറഞ്ഞ് ആ ഓരോ കുടുംബത്തെയും വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ഭാഷാവരമുള്ളവരെ എല്ലാവരും ഭാഷാവരത്തിൽ സ്തുതിക്കാൻ. ഞാനിപ്പം എനിക്ക് ഉണ്ടായിരുന്ന ഭാഷാവരം ഉപയോഗിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ വേറെ ഏതൊക്കെയോ ഭാഷയിൽ ഇങ്ങനെ സ്തുതിക്കാനുള്ള കൃപ ഈശോ തന്നു. ആ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണുകയാണ് ഇത്രയും വണ്ണം വലിപ്പത്തില് വലിയൊരു പച്ചമരം ശരിക്കും എനിക്ക് കാണാം. ആ മരത്തിന്റെ മുകളില് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാം. പക്ഷെ ഞാനിങ്ങനെ മരത്തിന്റെ മുകളിലേക്ക് നോക്കി അതിൽ എന്തെങ്കിലും ഉണ്ടായി നിൽക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ ഈശോയെ, ഇതാണോ എന്റെ കുടുംബവൃക്ഷം? ആ സമയത്ത് എനിക്കൊരു ബോധ്യം തരാണ്, ഇതാണ് മോളെ നിന്റെ കുടുംബവൃക്ഷം. കാരണം എന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി നോക്കുമ്പോൾ ആ വൃക്ഷത്തിന്റെ ഏകദേശം ആ വലുപ്പം തന്നെ. അപ്പം ഞാൻ എന്തിനാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്? അങ്ങനെ ഞാൻ നോക്കി നിൽക്കുമ്പോഴുണ്ട് ആ വൃക്ഷത്തിന്റെ കടയ്ക്ക്
താഴെയായിട്ട് വലിയൊരു പാമ്പ്, ഞാനൊരു TV-യിൽ പോലും കണ്ടിട്ടില്ല ഇത്രയും തല വലിപ്പമുള്ള ഒരു പാമ്പിന്റെ അത്. ആ പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുക. അപ്പൊ ഞാനിങ്ങനെ നോക്കുക, ഈശോ എന്റെ അടുത്തേക്കാണോ ആ പാമ്പ് വരുന്നത്? അപ്പൊ അതിന് മുന്നുള്ള ക്ലാസ്സുകളിലൂടെ ഞാൻ കേട്ടു ഈ പാമ്പ് പാപത്തിന്റെ പ്രതീകമായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ എന്റെ ഈശോയെ ഞാനിങ്ങനെ സമർപ്പിച്ചപ്പോ എന്റെ കുടുംബങ്ങളിലെ പാപം കംപ്ലീറ്റ് എന്റെ അടുത്തേക്ക് വരികയാണോ അത് ഇങ്ങോട്ട് പോണേ? അപ്പൊ ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാമ്പ് ഇങ്ങനെ പയ്യെ പയ്യെ എഴഞ്ഞ് ഇങ്ങനെ അകന്നകന്നിങ്ങനെ പോവാ. അപ്പൊ ഈ പാമ്പിന്റെ വണ്ണം കണ്ടപ്പോ എനിക്ക് തന്നെ പേടിയാ. അപ്പൊ ഞാനിങ്ങനെ സ്തുതിപ്പൊന്നും നിർത്തുന്നില്ല. സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാമ്പ് ഇങ്ങനെ നീണ്ട് ഇങ്ങനെ പോകുമ്പോ ഈ പാമ്പിന്റെ വാല് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ പറയാൻ, ഈശോയെ ഈ പാമ്പിന് വാലില്ല, ഇത്ര പെരുത്ത് പാമ്പാണോ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായേ? ഈശോയെ ഞാൻ നിമിഷം എല്ലാം വിശദീകരിക്കപ്പെടണമേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ കുറേ കഴിഞ്ഞപ്പോ പാമ്പിന്റെ വാല് ഇങ്ങനെ നേർത്തിങ്ങനെ ആ വാല് ആ തുമ്പ് ഇങ്ങനെ കണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പാമ്പ് ഇങ്ങനെ പോയി അങ്ങേ അറ്റത്ത് ചെന്ന്, അപ്പൊ ഞാൻ നോക്കുക ഈ പാമ്പ് എവിടേക്ക് ചെന്ന് അവസാനിക്കണേ? അങ്ങേ അറ്റം ചെന്ന് പാമ്പ് എന്റെ കൺമുന്നിൽ നിന്ന് ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് അറ്റത്തായിട്ട് ശരിക്കും ഈ അച്ഛന്റെ കൊച്ചുമാതച്ഛന്റെ ഡ്രസ്സിന്റെ ഈ വൈറ്റ് കളറിലൊരു പ്രകാശം, ആ പാമ്പ് എവിടെ അവസാനിച്ചോ അവിടെ ഇങ്ങനെ വൈറ്റ് പ്രകാശം വന്ന് ഉദിച്ചു നിൽക്കാം. അപ്പൊ ഞാനിങ്ങനെ കണ്ണു തുറന്ന് നല്ലോണം നോക്കാൻ വേണ്ടി അതില് താടിയൊക്കെ വെച്ച് ഈശോ. അപ്പൊ എനിക്ക് ഈ മുഖം കണ്ടപ്പോ തന്നെ മനസ്സിലായി എന്റെ ഈശോ അല്ലേ വന്ന് നിൽക്കുന്നത്, എന്റെ പാപങ്ങൾ എന്റെ കുടുംബത്തിന്റെ വിശുദ്ധീകരണത്തിനായി എല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട് ഈശോ വന്ന് നിൽക്കല്ലേ. അപ്പൊ എന്റെ അടുത്തേക്ക് ഈശോ വരാം. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, എന്റെ അടുത്തേക്ക് ഈശോ വരാവോ? അപ്പൊ ഞാനിങ്ങനെ നിൽക്കാൻ വേണ്ടി ശരിക്ക് അന്നേരം ഞാൻ കണ്ടത് ഈശോയുടെ മുഖം മാത്രം കണ്ടേ. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കാൻ വേണ്ടും വെള്ള മാത്രം, വേറൊരു കളർ ഡ്രസ്സും ഇല്ല, കയ്യിലൊക്കെ ഇങ്ങനെ ചുറ്റി. ഞാൻ എപ്പോഴോ എന്റെ ചെറുപ്പത്തിലേ തോന്നുന്നുണ്ട്, ഏതോ ബുക്കിൽ എവിടെയോ ഞാൻ അങ്ങനെ പിക്ചർ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഈശോ രണ്ട് കൈയും നീട്ടി എന്റെ അടുത്തേക്ക് ഇങ്ങനെ പയ്യെ വന്നിട്ട് എന്റെ ഈ രണ്ട് ഷോൾഡറിലും ഈശോ ഇങ്ങനെ ശരിക്ക് തൊട്ട്. എനിക്ക് ശരിക്കറിയാം ഒരു മനുഷ്യൻ എന്റെ ശരീരത്തിൽ സ്പർശിച്ചാലുള്ള ശരിക്കും ആ ഫീലിങ്സ് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ആ സമയം ഈശോ എന്റെ അടുത്ത് തൊട്ടടുത്തിന് വന്നു നിൽക്കുമ്പോൾ ഞാൻ അറിയില്ല ആരാണ് എന്നെ കൊണ്ടെന്നെ വിളിപ്പിച്ചതെന്ന്. ഞാനൊരൊറ്റ വിളിയെ വിളിച്ചായി, യേശുവേ അപ്പച്ചാന്നും പറഞ്ഞ് ഞാൻ വിളിക്കില്ല. ഞാൻ ഈ കൈ ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരുന്ന ഞാൻ ഈ രണ്ട് കൈ കൊണ്ട് ഈശോനെ വട്ടം കൊണ്ട് ഞാൻ പിടിച്ചു. ശരിക്കും ഒരു മനുഷ്യ ശരീരത്തിൽ ഞാൻ എങ്ങനെ സ്പർശിക്കും അതേ ഫീലിങ്സ് തന്നെയായിരുന്നു. ആ സ്പർശിക്കുന്ന സമയത്ത് ഞാൻ ചെരുപ്പൊക്കെ ഊരിയാണ് ഈ ആരാധനയ്ക്ക് ഇവിടെ നിന്ന്. പക്ഷെ ഞാൻ ഈ ഭൂമിയിൽ നിന്നും ഒരു അടി ഇങ്ങനെ പൊന്തി എയറിൽ നിൽക്കുന്നൊരവസ്ഥ, ശരീരത്തിന് ഭാരമില്ല, ഞാനാകെ തണുത്ത് എന്താ അവസ്ഥ എന്നൊക്കെ പറയാറില്ല, അതേ ഒരു അവസ്ഥയിൽ. പക്ഷെ ഞാൻ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ, ഈശോനെ കാണുന്ന സമയം വരെ എനിക്ക് ഒത്തിരിയേറെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും വീട്ടിലായാലും കുറേ വിഷമങ്ങളൊക്കെ ആയിട്ട് മനസ്സിൽ ഏതാണ്ട് ഒത്തിരി കിലോ കണക്കിന് ഭാരമുള്ളൊരു അവസ്ഥയിലേ വന്ന്. പക്ഷെ ഈ ഈശോനെ കണ്ട് ഞാൻ അപ്പച്ചാന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച ആ സമയം എന്റെ നെഞ്ചിൽ നിന്നും എന്തൊക്കെയോ വിട്ടുപോയ ഒരു അവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ ഒത്തിരി ഭയങ്കര സന്തോഷമായി. ആ സമയം എപ്പോഴാന്ന് എനിക്കറിയില്ല, ഞാൻ ഇവിടെ ധ്യാനത്തിന് വരുമ്പം എനിക്ക് 8 വർഷമായിട്ടുള്ള കാലുവേദന ഉണ്ടായിരുന്നു. എന്റെ മോൾക്ക് 8 വയസ്സായി. ആ മോളുടെ സിസ്റ്ററിലൂടെ ലഭിച്ചൊരു ഇഞ്ചക്ഷനിലൂടെ ലഭിച്ചൊരു വേദനയത്. ആ വേദന വരുന്ന സമയത്ത് എന്റെ കാല് മൊത്തം തളർന്നു പോകുന്നൊരവസ്ഥയാണ്. അപ്പൊ എല്ലാവരും പറയും, മോളെ നീ ഏതിന് ഡോക്ടർമാരെ കാണണം, ചികിത്സിക്കണം. അപ്പൊ ഞാൻ പറയും, ഞാനിതൊരു സഹനമായിട്ട് ഏറ്റെടുത്തേക്ക്, അതിന്റെ പേരിൽ ഞാനൊരു ഡോക്ടർമാരും കാണില്ല. ആ വേദന വരുന്ന സമയത്ത് ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിക്കും, ഈശോയെ എനിക്കിപ്പോ ഈ വേദന സഹിക്കാൻ പറ്റുന്നുണ്ട്, ഈ ഇതുപോലെ കാലുവേദനയുള്ള സഹിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു മക്കൾക്ക് ഈ നിമിഷം നീ സൗഖ്യം കൊടുക്കണേ ഈശോയെ എന്ന് ആ വേദന വരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും. ഈ ധ്യാന ദിവസങ്ങളിൽ സമാപന ദിവസമായപ്പോ അച്ഛൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തൊരു രോഗശാന്തിയുള്ള ഒരു സൗഖ്യം തരാൻ പറഞ്ഞപ്പോ ഞാൻ എണീറ്റ് നിന്നു. പക്ഷെ ഇങ്ങോട്ടേക്ക് ഞാൻ വന്നില്ല. കാരണം എനിക്ക് വരുന്ന വേദനകൾ വെച്ച് ഞാൻ കുറച്ചു നേരം നടക്കുക, കുറച്ചു നേരം നിൽക്കുക, കുമ്പിട്ട് ഡ്രസ്സ് കഴുകുക, അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ വരും ഒരു 15 മിനിറ്റ് നീളുന്ന വേദന. പക്ഷെ ഞാനിപ്പോ സെപ്റ്റംബർ 11-ാം തീയതി ആ ധ്യാനത്തിന് വന്നു. ഇന്നിപ്പോ ഡിസംബർ 29-ാം തീയതി ഇന്നേ വരെ എനിക്ക് ആ വേദന ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ ഓഫീസിൽ ചെന്ന് എന്റെ ഓഫീസിലുള്ളവർ ഞാനിങ്ങനെ ഓടിച്ചാടി നടക്കണം. അവര് പറയുക, ജോയ്സി നിന്റെ വേദന മാറി. ഞാൻ പറയും, ഇതുവരെയായിട്ട് ആ വേദന എനിക്ക് ഉണ്ടായിട്ടില്ല, ഈശോ എപ്പോഴോ അത് തൊട്ട് സുഖപ്പെടുത്തി. അതുകൂടാതെ ഞാൻ ഈ കുടുംബ വിശുദ്ധീകരണത്തിന് വേണ്ടി ഇവിടെ ഇരുന്ന് ഞാൻ ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിച്ച സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെ, അതുപോലെ ഞങ്ങളുടെ വീടുകളിൽ ഒത്തിരി പ്രശ്നമുള്ള മക്കളുണ്ടായിരുന്നു. 17 വർഷമായിട്ടും കുമ്പസാരിക്കാതിരുന്ന എന്റെ ഒരു ചേച്ചിയുടെ മകൻ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന്റെ അവന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഇതില് ഡൽഹിയിലിരുന്ന അവനെ കർത്താവ് സ്പർശിച്ചു. 17 വർഷങ്ങൾക്ക് ശേഷം അവൻ ആദ്യമായിട്ട് കുമ്പസാരിച്ചു. അതുപോലെ ഞങ്ങളുടെ തകർന്നൊരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ അപ്പച്ചനും അമ്മച്ചിനും ഞങ്ങൾ ധ്യാനത്തിന് വന്നപ്പോൾ അവരെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞാനിവിടെ ഇരിക്കുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ പാപ്പച്ചനും അമ്മച്ചും പറയും ആ കുടുംബം സ്വർഗം പോലെ കഴിയുന്നതെന്ന്. അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങൾ മൊത്തം വിശദീകരിക്കപ്പെട്ടു. അതുപോലെ ഞാൻ ധ്യാനത്തിന് വരുമ്പോൾ എന്റെ മോളെയും കൊണ്ട് വന്നേ ഞാൻ പറഞ്ഞില്ല. എന്റെ മോൾ അന്ന് ജസ്റ്റിൻ ധ്യാനത്തില് കുട്ടികളെ പറഞ്ഞുവിടാൻ പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ മോളെയും അച്ഛൻ പറയുന്നു മക്കളെയും എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ എന്റെ മോളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 3 വർഷമായി ലൈക്കൻ പ്ലാനസ് എന്ന് പറഞ്ഞൊരു അസുഖം എന്റെ മോൾക്കുണ്ടായിരുന്നു. അവളുടെ കൈകളിലും കാലുകളിലൊക്കെ ഈ താറ് ഉരുക്കൊഴിച്ച പോലെ നിറയെ ഇങ്ങനെ ഒരേ ഡോട്ടുകൾ, അതിനെ കാണുന്നവർക്ക് കരച്ചിലേറെ അതുപോലെയായിരുന്നു. ഞാൻ അവിടെ ധ്യാനിക്കാൻ വന്നപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ കൊച്ചുമാത്തച്ഛനെ കണ്ട് ഞാൻ പറഞ്ഞു, അച്ഛാ ഇവളുടെ ഇത് കാരണം ഞങ്ങൾ ധ്യാനിക്കാൻ മെയിനായിട്ട് വന്ന അച്ഛൻ പ്രാർത്ഥിക്കണ്ടോന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പ്രാർത്ഥിച്ചു പറഞ്ഞു മോളെയും കൊണ്ടൊരു കൗൺസിലിങ്ങിന് പോകണം. ശരിയെന്നും പറഞ്ഞ് ഞാൻ കൗൺസിലിങ്ങിന് പോയി. അപ്പൊ സമയത്ത് കൗൺസിലിംഗ് നടത്തിയ ചേച്ചി പറഞ്ഞു ഇതൊരു പൈശാചിക പീഡയാണെന്ന്. ആ പറഞ്ഞ മാത്രയിൽ എനിക്ക് അതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലായി. കാരണം എന്റെ മോള് ഞങ്ങൾ ഈ സെപ്റ്റംബർ 11-ാം തീയതി ധ്യാനത്തിന് വരുന്നവരെ എന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഇരുന്നാലും എന്റെ മോൾക്ക് കറക്റ്റ് ഒരു രഹസ്യം പോലും കംപ്ലീറ്റ് ചെയ്യാൻ എന്റെ മോള് സമ്മതിക്കില്ല. അവൾക്ക് ഒരു പീഡ ആ സമയത്ത് വരും. ശരിക്ക് സാത്താൻ തട്ടിക്കാന്ന് പറയണ പോലെ അവൾ ആ സമയമാകുമ്പോ പറയും എനിക്ക് ഉറക്കം വരണു, എനിക്ക് വിശക്കുന്നു. ആ ജപമാല കംപ്ലീറ്റ് ചെയ്യാൻ പോലും മകള് സമ്മതിക്കില്ല. പക്ഷെ ഈ ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ ചെന്നേപ്പിന് അന്ന് മുതൽ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് എന്റെ മോളാണ്. അത് മാത്രമല്ല അവള് ഭാഷാവത്തിൽ നന്നായിട്ട് സ്തുതിക്കും. എനിക്ക് തന്നെ എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ എന്റെ മോള് പറയും അമ്മ എന്തിനെ വിഷമിക്കണേ, ഈശോയല്ലേ നമ്മുടെ കൂടെ. ഞങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ. അതുപോലെ ഞാൻ എന്തെങ്കിലും പഠിക്കാൻ പറഞ്ഞിട്ട് അത് പഠിക്കാതിരിക്കാൻ ചെയ്യുമ്പോൾ കൊച്ചു കുറുമ്പ് കാട്ടിയാൽ പോലും അവൾ ഉടനെ വന്നിട്ട് മമ്മ ക്ഷമിക്കണം, ഈശോയോട് ക്ഷമിക്കണം, ഈശോയെ എന്നോട് ക്ഷമിക്കണം. ആദ്യം അവൾ ഈശോയോട് ക്ഷമ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഉടനെ അപ്പൊ തന്നെ എന്നോട് ക്ഷമ ചോദിക്കും. അവളുടെ മാറ്റം കണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് പോലും ഭയങ്കര അത്ഭുതമാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് വർഷിച്ച് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്.